ഹലോ ഹായ്, ഞാൻ ഇന്നുള്ളത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടാവും. നല്ല ഗ്രീനറിയാണ്. ഞാൻ ഉള്ളത് മൂന്നാറിലാണ്. ഇവിടെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു റെസിപ്പി ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ റെസിപ്പി ഒന്നെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും, അതല്ലെങ്കിൽ ഇവിടുത്തെ ഷെഫ് കുക്ക് ചെയ്യും. അത് കുക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ ആരും കുക്ക് ചെയ്യണമെന്നുള്ള തീരുമാനമാക്കിയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് ഇൻട്രോ എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഉള്ള റിസോർട്ട് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് ആ റെസിപ്പിൻ്റെ ഇടയിൽ പറയാം. നല്ല ചിക്കൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം അല്ലേ. കൂടുതൽ നീട്ടി വലിക്കുന്നില്ല. അനൂഷ് പോയി കയറ്. ആ മമ്മ ചാച്ചു നമ്മളുള്ളത് മൂന്നാറിലുള്ള പറക്കാട്ട് റിസോർട്ടിലാണ് കേട്ടോ. അപ്പോൾ അവരുടെ കേവ് എന്ന് പറഞ്ഞ റൂമാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. അപ്പോൾ കേവ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രീമിയം റൂമാണ്. ഇത് ചെയ്തിരിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടുത്തെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോയ്ലറ്റ് ആയിക്കോട്ടെ. അവിടെ ഏകദേശം ഒരു 17 വെറൈറ്റി ഓഫ് റൂമുണ്ട്. ഏറ്റവും ഹൈ എൻഡാണിത്. ഇതിന് തൊട്ട് താഴെ ഒരു പൂളും 2 റൂമൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള റൂമുകളുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് റൂമുകളുണ്ട്. നമ്മൾ സാധാരണ പോകുന്ന റിസോർട്ട് പോലെയല്ല. ഇവിടെ കുറച്ച് കളർഫുള്ളാണ്, കുറച്ച് വെറൈറ്റിയാണ്. നോർമലി ഉള്ളതുപോലത്തെ ഡിസൈൻസ് അല്ല. നോർമലി ഇവരുടെ കൺസ്ട്രക്ഷൻ മെത്തേഡ് അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കേവ് റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് ജീപ്പിൽ വരണം. നമ്മളിപ്പോൾ ജീപ്പിൽ വന്നത് കണ്ടില്ലേ. അങ്ങനെ ജീപ്പിൽ താഴേക്ക് ഇറങ്ങണം. അവിടെ തന്നെ ജീപ്പാണ്, അവിടെ തന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് അതേപോലെ തന്നെ സൈക്ലിംഗ് ഉണ്ട്, പിന്നെ സീ വാക്ക് പോലത്തെ അങ്ങനത്തെ വാക്ക്, അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് സോണുകളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ നോർമൽ റിസോർട്ട് അല്ല. നോർമൽ റിസോർട്ടിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവരുടെ കോൺസെപ്റ്റ് ആയിക്കോട്ടെ, ഡിസൈൻസ് ആയിക്കോട്ടെ, കളേഴ്സ് ആയിക്കോട്ടെ, ഒക്കെ ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. ഈവൻ ഗോൾഡൻ ഇതിലുള്ള ക്ലോസറ്റ് വരെ അവിടെ ഉണ്ട്. ഗോൾഡൻ കളറിലുള്ള ക്ലോസറ്റ്, ഗോൾഡൻ കോട്ടിങ് പോലെ വരുന്ന, അങ്ങനെ വെറൈറ്റി ഓഫ് സംഭവങ്ങളാണ്. എന്താ കുരങ്ങ് അവിടുന്ന് സപ്പോർട്ട് നിന്ന് അവിടെ ഒരാൾ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ടാ. ചാച്ചോ എന്നാ നീ തിന്നോ, വാ. സമ വരുന്നുണ്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പ്രെഡ് ആയിക്കോട്ടെ, അവിടുത്തെ ബുഫൻ്റെ ലഞ്ച് ഡിന്നറൊക്കെ ഭയങ്കര സ്പ്രെഡാണ് കേട്ടോ. നല്ല സ്പ്രെഡാണ് ഇവരുടെ ഉണ്ടാവില്ല പൊതുവേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെയാണ് കേട്ടോ, നല്ല രാവിലെയാണ്. അപ്പോൾ ആ സമയത്ത് അനൂഷ എണീറ്റിട്ടുള്ളൂ. ചാച്ചു എങ്ങനെ എണീക്കുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റപ്പം പിന്നെ ആൾ പൂളിലേക്ക് നേരെ അങ്ങനെ ചാടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ അനൂഷ് മാത്രമേ വന്നിട്ടുള്ളൂ, ചാച്ചു വന്നിട്ടില്ല ഫുഡിൻ്റെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇന്ന് ഞാൻ നേരത്തെ ഇൻട്രോ പറഞ്ഞതുപോലെ നമ്മൾ ഉള്ളത് പറക്കാട്ടിലാണ്. ആ പറക്കാട്ട് റിസോർട്ട് എവിടെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് ഷെഫിനെ പരിചയപ്പെടാം. ഇത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഷെഫാണ്. ഷെഫ്രാം അല്ലേ? എവിടെ സ്ഥലം എവിടെയാ? എൻ്റെ വീട് ഇവിടെ തന്നെ, ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രമാണ്. ആണോ? ആ ശരി, ഓക്കെ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പിന്നെ ചിക്കൻ മപ്പാസാണ്. മപ്പാസ് ചെയ്യാൻ പോകുന്ന ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ചട്ടി അതിൻ്റെ ചൂടായ പാട് ഒന്ന് ആ ചട്ടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കൊടുത്ത് പിന്നെ അതിലേക്ക് 1 by 1 ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഗാർലിക് കൊടുക്കാം. ഗാർലിക് ചോപ്പ് ചെയ്തതുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെച്ചാൽ 4 ടീസ്പൂണാണ് യൂസ് ചെയ്തത്. 1 ടേബിൾ സ്പൂണിൻ്റെ അടുപ്പിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് ഇട്ടത് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഏകദേശം എത്ര പേർക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്? ഇത് 3 പേർക്കുള്ള അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചോപ്പ് ചെയ്തിട്ട് പച്ചമുളകാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. എന്തായാലും നമ്മൾ തേങ്ങാപ്പാലാണല്ലോ ഇതിൽ കയറുന്നത്. അപ്പോൾ നമ്മൾ ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ.
2 സവാള. അപ്പോൾ 2 സവാള മുഴുവനായിട്ട് ഇടുകയാണ്. പിന്നെ അടുത്ത സവാള ഏകദേശം വഴഞ്ഞു വന്നതിന് ശേഷം കറിവേപ്പില അല്ലേ? ആ, കറിവേപ്പില എപ്പോഴും ഒരു ഫീൽ തന്നെയാണ്. പിന്നെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ആ, മല്ലിപ്പൊടി എത്രയാ? മല്ലിപ്പൊടി ഒരു 4-5 സ്പൂൺ. 1 2 3 4 5 ഇതിൽ ടീസ്പൂണാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് ഇത് ചിക്കൻ മസാല. ഇത് എത്ര? ഒരു 3 സ്പൂൺ. 1 2 3 സ്പൂൺ കൂടി. ആ, പിന്നെ ജീരകം അല്ലേ? പെരുംജീരക പൊടി. ഇത് എത്ര വേണം? അത് 1.5 സ്പൂൺ. 1 1/2. പിന്നെ കുരുമുളക് ഇടണ്ടേ? കുരുമുളക് 1 സ്പൂൺ. 1 സ്പൂൺ മതി. ഫ്രഷ് കേട്ടോ. മിക്സ് ചെയ്യാം, മൂപ്പിക്കാം. മസാല മൂപ്പിക്കാം. എന്നിട്ട് അതിന് ശേഷം തക്കാളി ഇടാം. ഒരു 2 തക്കാളി ഫുള്ള്. 2 തക്കാളി ഫുള്ളായി സ്ലൈസ് ചെയ്തോ കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം. മസാല ഒന്ന് അതിലേക്ക് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. മസാല ഏകദേശം വഴഞ്ഞു വന്നു അല്ലേ? അന്നേരം തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. ബോൺലെസ് ആണ്, നമുക്ക് വേണം ബോണും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതൊരു 5 പേർക്ക് ഉണ്ടാവും അല്ലേ? ചിക്കൻ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് അല്ല, 3 പേർക്ക് ധാരാളമായിട്ട് കഴിക്കാം. ഇതിപ്പോൾ ഇവിടുന്ന് കളേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട് ചിക്കൻ്റെ. ആ വെള്ളം പതുക്കെ തന്നെ ഇറങ്ങിക്കോളും. ഫ്ലെയിം അങ്ങനെ തന്നെയാണ് ഉള്ളത് കേട്ടോ, ഫ്ലെയിം കുറച്ചിട്ടില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ചേഞ്ചസ് ആയി വരും കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ചിക്കൻ്റെ ആ ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് ഫ്ലെയിം ഒന്ന് കുറക്കാം അല്ലേ? കുറച്ചൊന്ന് കുറക്കണം അല്ലേ? സ്ലോലി ഒന്ന് കുക്ക് ആയിക്കോട്ടെ. എപ്പോഴും സ്ലോ കുക്കിംഗ് ആണ് എപ്പോഴും ഒരു മീറ്റിനെ സംബന്ധിച്ച് നല്ലത്. ഫ്ലെയിം കുറച്ചതിന് ശേഷം കുറച്ച് ഇത്തിരി അങ്ങോട്ടേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കേട്ടോ. വെള്ളം കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കണക്കായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ ഏകദേശം കുക്കായി. ഈ ബോൺലെസ് ആയതുകൊണ്ട് ഒരു 7 to 8 മിനിറ്റ്സ് മതി. പക്ഷെ ഫുൾ കുക്കാവാൻ അതിൻ്റെ കുറച്ച് നമുക്കൊരു 80% കുക്കായതിന് ശേഷം തേങ്ങാപ്പാൽ കൊടുക്കാണ്. ഫ്ലെയിം കുറച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് കട്ടിയുള്ള പാലാണ്. ഇതിന് അവസാനമായിട്ട് ലാസ്റ്റായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കയറാറുണ്ട്. അപ്പോൾ അതെന്തായാലും അത് കണ്ടിട്ട് അത് കഴിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ എങ്ങനെയാണ് ഈ സാധനമുള്ള കല്ലപ്പാണല്ലേ നമുക്ക് റെഡിയാക്കിയ കല്ലപ്പത്തിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. അത്യാവശ്യം നല്ല സ്മെല്ല് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പാല് പിരിഞ്ഞു പോവുക അങ്ങനത്തെ ഒന്നും ഡൗട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലി. ഇതൊന്ന് ഫോക്കസ് ചെയ്യാം. ഇത് മല്ലി ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. മല്ലിക്കുരു ഓൾ മല്ലി ക്രഷ് ചെയ്തെടുത്താണ്. അതാണ് ഇതിലേക്ക് ഫൈനലായിട്ട് കൊടുക്കുന്നത്. നമ്മളതിന് സ്പൂൺ കൊണ്ടിടുന്നത് പകരം കയ്യും കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് അന്നേരം ക്വാണ്ടിറ്റീസ് നമുക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒന്ന് കുറച്ചൊന്ന് ഇതായതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഞാൻ കഴിച്ചിട്ട് റിവ്യൂ പറയാം എങ്ങനെയുണ്ട് എന്താണെന്നുള്ളത്. അനുഷു നല്ല മപ്പാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മപ്പാസ് പറഞ്ഞാൽ ചിക്കൻ്റെ ഒരു കറി. അതിന് പൊറോട്ട വേണോ അതോ കല്ലപ്പം വേണോ? ഏതാ വേണ്ട? പൊറോട്ട എന്നാൽ പൊറോട്ട എടുക്കാം. അപ്പം അത് കല്ലപ്പം എടുത്തിനെ എന്താ അനുഷു പൊറോട്ട, അബ്ബാക്ക് കല്ലപ്പം. നമുക്ക് കറി ഉണ്ടാക്കി ആരാന്നറിയോ? ഈ ഷെഫാണ്. ഷെഫിൻ്റെ സ്പെഷ്യൽ കറിയായത്. കഴിക്കാം.
അപ്പം ഷെഫിനോട് പറയണ്ടേ നല്ല രസമുണ്ടെന്നില്ല. അപ്പോൾ നല്ല അപ്പവും നല്ല കല്ലപ്പം കിട്ടി. അതേപോലെ തന്നെ നല്ല മപ്പാസ് വെച്ചാൽ കല്ലപ്പത്തിൽ ചെറിയൊരു പുളിപ്പുണ്ടാവില്ല. ആ പുളിപ്പിനോട് കൂടിയിട്ട് നമുക്ക് ആ തേങ്ങപ്പാലിൽ നിന്ന് കിട്ടുന്ന മധുരം മല്ലിയുടെ ഫ്ലേവറും ഒക്കെ കൂടിയിട്ട് വരുന്നൊരു ഐറ്റം. ഞാൻ നിന്നെ പൊറോട്ടയിൽ നോക്കട്ടെ. എന്നാൽ പൊറോട്ടയിൽ എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ പുളിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അതിലെങ്ങനെയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്നുള്ള അതും കൂടെ കാണാം. അപ്പോൾ അന്വേഷണ പൊറോട്ട എടുത്ത് പൊറോട്ടൻ്റെ കൂടെയും സാധനം സെറ്റാണ്. അതുപോലെ തന്നെ ഇടിയപ്പം, ചപ്പാത്തി. ഇടിയപ്പം നന്നായി സാധനം വരും. എന്നുവെച്ചാൽ ഇടിയപ്പത്തിൽ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ കറിയൊക്കെ വരുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ്സിൽ ഇങ്ങനെ കുറച്ച് കുതിർത്തിട്ട് ഇങ്ങനെ പിന്നെ കുഴച്ച് കഴിക്കാൻ നല്ല എങ്ങനെയുണ്ട്. ആളെ എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷെഫിനെ കുറിച്ച് നമുക്ക് താങ്ക് യു പറഞ്ഞാലോ. അപ്പം ഉണ്ടാക്കിയതല്ല, ഇവനൊന്നും അറിയില്ല കേട്ടോ, ഇവനൊന്നും കണ്ടിട്ടുമില്ല. എല്ലാം റെഡിയായി കുക്ക് ചെയ്തതിന് ശേഷം പോയി വിളിച്ചാൽ ഷെഫിനെ വിളിക്കാം. അതാ ഷെഫ്രാം വാ 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 എന്നോട് പറ എങ്ങനെയുണ്ട്. നല്ല രസമുണ്ട് അല്ലേ. എന്ത് ചിക്കൻ്റെ കറിൻ്റെ പേര് ചോദിച്ചാ? കറിൻ്റെ പേര് ചോദിച്ചൊക്കെ എന്ത് കറിയാണ് ഇത്? ചിക്കൻ മപ്പാസ്. അപ്പാസ് അല്ല മപ്പാസ്. മപ്പാസ്. അമ്മ കൈ കൊടുക്കണം പോലും. ഓക്കെ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുള്ള പറക്കാട്ടിലെ ഷെഫാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടായിട്ട് സ്പെഷ്യൽ എന്താ പറയുക ഓതൻറ്റിക് ചിക്കൻ മപ്പാസ് ചെയ്താണ്. അപ്പോൾ താങ്ക് യു ഷെഫ്. നമുക്ക് എന്തായാലും ഇനി വീണ്ടും കാണാം. ഓക്കെ ശരി. പറഞ്ഞാൽ വാ നിന്ന് ഇടല്ലോ. ഫോട്ടോ പോസ് ചെയ്യും. ഫോട്ടോ പോസ് ചെയ്യാൻ അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രൂപ്പായിട്ടുള്ള ബുക്കിംഗ് ഉണ്ട്. ചെറിയ റേഞ്ചിൽ വരുന്ന റൂമുകൾ വരെ ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് വെച്ചാൽ 105 റൂമുകളുണ്ട്. അപ്പം തന്നെ ആലോചിക്കാമല്ലോ എത്ര വലിയ പ്രോപ്പർട്ടി ആണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളെന്തായാലും വന്ന് ട്രൈ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ വെക്കാം. പറക്കാട്ട് റിസോർട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരോടും നമ്മളിവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പോൾ നേരെ തിരിച്ച് നാട്ടിലേക്കാണ്. Sajak.